പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നട്ടം തിരികെയാണ് പാകിസ്ഥാൻ. യുദ്ധ പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ പാകിസ്ഥാനിലേക്കുള്ള ഇന്ധന വിതരണം ഏറെക്കുറെ നിലച്ചു. പെട്രോളിനും ഡീസലിനും ക്ഷാമമായതോടെ രാജ്യമെമ്പാടും ഗതാഗത മേഖല താറുമാറായി. പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര. സർക്കാർ ഇന്ധനവില കുത്തനെ കൂട്ടിയത് ജനങ്ങൾക്ക് നോമ്പുകാലത്ത് ഇരുട്ടടിയുമായി. ഉപഭോഗത്തിനുള്ള 85% ക്രൂഡ് ഓയിലും UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് പാകിസ്ഥാൻ വാങ്ങിയിരുന്നത്. ഇതാകട്ടെ പൂർണ്ണമായും വന്നിരുന്നത് ഹോർമൂസ് വഴിയും. ഹോർമൂസിനെ ആശ്രയിക്കാതെ ചെങ്കടൽ വഴി ക്രൂഡ് ഓയിൽ നൽകുന്നത് പരിഗണിക്കണമെന്ന് സൗദി അറേബ്യയോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ പാകിസ്ഥാനിൽ സർക്കാർ ഓഫീസുകളിലടക്കം പ്രവർത്തന ദിനങ്ങൾ വെട്ടിക്കുറച്ചു. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. സർക്കാർ ജീവനക്കാരുടെ ഇന്ധന അലവൻസ് നിർത്തി. പലയിടത്തും സ്കൂളുകൾക്ക് ദീർഘകാല അവധി പ്രഖ്യാപിച്ചു. യാത്രാ ചെലവ് ഉയർന്നതോടെ പലരും യാത്ര തന്നെ വെട്ടിക്കുറച്ചു. കുട്ടികളെ വീട്ടിനടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറ്റിയവരുമുണ്ട്. റിക്ഷ, ടാക്സി ഡ്രൈവർമാർ ഇന്ധന ചെലവിനുള്ള പണം കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിൽ. ദിവസക്കൂലിക്ക് പ്രവർത്തിക്കുന്നവർ പ്രതിദിനം വെട്ടിക്കുറച്ചതോടെ വെട്ടിലായെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഹോർമൂസ് വഴി എണ്ണ കിട്ടുന്നില്ലെങ്കിൽ റഷ്യയെ എണ്ണയ്ക്കായി ശ്രമിക്കണമെന്ന വാദം പലയിടത്തു നിന്നും ഉയർന്നെങ്കിലും പാകിസ്ഥാൻ സർക്കാർ ഇതുവരെ തുനിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടുകളിലുണ്ട്. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില കത്തിക്കയറിയതോടെ പാകിസ്ഥാന്റെ ഇറക്കുമതി ചെലവ് പ്രതിമാസം $600 ബില്യൺ എത്തുമെന്നാണ് കരുതുന്നത്. ഏകദേശം 5.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ. നിലവിൽ തന്നെ കടക്കെണിയിലായ പാകിസ്ഥാൻ ഇത് താങ്ങാനാവില്ല. ഹോർമൂസ് അടച്ചാൽ പാകിസ്ഥാനിലേക്ക് ഇന്ധനവും മറ്റും എത്തിക്കേണ്ട ചരക്കു കപ്പലുകൾ കറാച്ചി തുറമുഖത്ത് കെട്ടിക്കിടക്കുകയാണ്. ഇന്ധനവില വർധന പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ നട്ടെല്ലായ കാർഷിക മേഖലയെയും തളർത്തിക്കഴിഞ്ഞു. പാകിസ്ഥാന്റെ GDP-യിൽ 23%, രാജ്യത്തെ മൊത്തം തൊഴിലിൽ 37% പങ്കുവഹിക്കുന്നത് കാർഷിക മേഖലയാണ്. ഇതിനിടെ രാജ്യാന്തര നാണയനിധിയുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ സർക്കാർ പെട്രോളിന് ലിറ്ററിന് 55 രൂപ ഒറ്റയടിക്ക് കൂട്ടിയതും ജനങ്ങളെ വെട്ടിലാക്കി. പെട്രോൾ, ഡീസൽ വില കൂട്ടിയതോടെ രാജ്യത്ത് അവശ്യവസ്തുക്കളുടെ വില, ഗതാഗത ചെലവ് എന്നിവയും കുതിച്ചുകയറി. IMF-ൽ നിന്നുള്ള ലോണിന്റെ ബലത്തിലാണ് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ IMF-ൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പാകിസ്ഥാൻ സർക്കാർ ബാധ്യസ്ഥനാണ്. കൂടാതെ മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം കൊണ്ടും പാകിസ്ഥാൻ ബുദ്ധിമുട്ടുകയാണ്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രത്തിന് നേരെ തങ്ങളുടെ വ്യോമസേന ആക്രമണം നടത്തിയതായി അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്ലാമാബാദിലെ ഫൈസാബാദ് മേഖലയിലെ ഹംസ എന്ന പാക് സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടന്നതെന്നാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം എക്സിലൂടെ വ്യക്തമാക്കിയത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിയോടെയാണ് അഫ്ഗാൻ വ്യോമസേന ആക്രമണം നടത്തിയത്. ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ നീക്കത്തിൽ സൈനിക സമുച്ചയത്തിനുള്ളിലെ പ്രധാന കെട്ടിടങ്ങൾ ലക്ഷ്യം വെച്ചു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.